ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ലത്തീൻ വേദപാഠകം സാധാരണകാലം 3-ാം ഞായർ. മർക്കോസിന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 14 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങളാണ്. യോഹന്നാൻ അറസ്റ്റ് ചെയ്യപ്പെട്ട് തടവിലായതിനു ശേഷം യേശു ഗലീലയിൽ ചെന്ന് ദൈവത്തിൻ്റെ രാജ്യം പ്രസംഗിച്ചു. സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ഇങ്ങനൊരു പ്രഖ്യാപനം കഴിഞ്ഞിട്ട് ആ ദൈവരാജ്യത്തിലേക്ക്, സ്വർഗരാജ്യത്തിലേക്ക് 4 ശിഷ്യന്മാരെ വിളിക്കുന്ന രംഗമാണ് നമ്മൾ ഈ തിരുവചന പാഠത്തിൽ കാണുന്നത്. അതിലെ ഈ ദൈവരാജ്യം എന്ന വാക്കിനെക്കുറിച്ച് മാത്രമാണ് നമ്മളിന്ന് ധ്യാനിക്കുന്നത്. ദൈവരാജ്യം മത്തായി കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് സ്വർഗരാജ്യം എന്ന വാക്കാണ്. അപ്പോൾ സ്വർഗരാജ്യം, ദൈവരാജ്യം. എന്താണ് ഈ ദൈവരാജ്യം? എന്താണ് സ്വർഗരാജ്യം? സ്വർഗത്തിലെ ആ സ്വർഗരാജ്യം ഭൂമിയിൽ കൊണ്ടുവരാൻ പറ്റുമോ? നമ്മൾ ദിവസവും എത്രയോ പ്രാവശ്യം പ്രാർത്ഥിക്കുന്നു, നിന്റെ രാജ്യം വരണമേ. അതായത് സ്വർഗത്തിലെ രാജ്യം, സ്വർഗരാജ്യം ഭൂമിയിൽ വരണം എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ സ്വർഗരാജ്യം ഭൂമിയിൽ വരാൻ പറ്റുമോ? വാസ്തവത്തിൽ ലോകത്തെ ഏറ്റവും വലിയ പ്രോജക്റ്റ് ആണ് ഭൂമിയിൽ സ്വർഗരാജ്യം സ്ഥാപിക്കുക. ആ പ്രോജക്റ്റുമായിട്ട് വന്ന ആളാണ് യേശുക്രിസ്തു. അപ്പോൾ എങ്ങനെയാണ് ഭൂമിയിൽ സ്വർഗരാജ്യം സ്ഥാപിക്കുക? എന്താണ് ഈ സ്വർഗരാജ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ദൈവരാജ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ വക കാര്യങ്ങളുടെ ഒരു പ്രാരംഭ വിചിന്തനമാണ് നമ്മൾ ഇന്ന് കാണുന്നത്. സ്വർഗരാജ്യം, അതിന് ഹീബ്രുവിൽ മൽക്കൂത്ത് ഷിമായിം എന്നാണ്. മൽക്കൂത്ത് ഷിമായിം, അങ്ങനെ ഒരു പ്രയോഗം തന്നെ പഴയ നിയമത്തിലില്ല. സ്വർഗരാജ്യം, അതിൻ്റെ ഹീബ്രു മൽക്കൂത്ത് ഷിമായിം, അങ്ങനെ ഒരു പ്രയോഗം തന്നെ പഴയ നിയമത്തിലില്ല. കർത്തൃരാജ്യം, മൽക്കൂത്ത് യാഹ്വേ, അങ്ങനൊരു വാക്കുണ്ട്. അതൊറ്റ പ്രാവശ്യമാണ് പഴയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. 1 ദിനവൃത്താന്തം 28:5. മൽക്കൂത്ത് യാഹ്വേ, കർത്തൃരാജ്യം, അങ്ങനെ ഒറ്റ പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. 1 ദിനവൃത്താന്തം 28:5. എന്നാൽ കർത്താവ് ഭരിക്കുന്നു, യാഹ്വേ മലാഖ്, യാഹ്വേ മലാഖ്, കർത്താവ് ഭരിക്കുന്നു. കർത്താവാണ് രാജാവ്, മെലേഖ് യാഹ്വേ എന്നീ പ്രയോഗങ്ങൾ പഴയ നിയമത്തിലുണ്ട്. സങ്കീർത്തനം 93:1, പുറപ്പാട് 15:18. ദൈവം ഭരിക്കുന്നു, അല്ലെങ്കിൽ ദൈവമാണ് ശരിയായ ഭരണകർത്താവ് എന്ന വിശ്വാസം അവതരിപ്പിക്കാനായിട്ട് ഈ യഹൂദ സാഹിത്യത്തിൽ ദൈവരാജ്യം എന്ന ആ പദസന്ധി ഉപയോഗിക്കാൻ തുടങ്ങിയിരുന്നു. പിന്നീട് വളരെ വർഷങ്ങൾക്ക് ശേഷം ചില അപ്രാമാണിക രചനകളിൽ ദൈവരാജ്യം എന്ന വാക്ക് ഉണ്ട്. ശലോമോന്റെ സങ്കീർത്തനങ്ങൾ എന്ന് പറയുന്ന ഒരു അപ്രാമാണിക ഗ്രന്ഥമുണ്ട്. 17:3 അതിൻ്റെ ഈ ശലോമോന്റെ സങ്കീർത്തനങ്ങളിൽ 17:3 ദൈവരാജ്യം എന്ന വാക്കുണ്ട്. അതൊരു യഹൂദ സാഹിത്യമാണത്. അതിൽ മോശയുടെ നിയമം, നമ്മുടെ ബൈബിളിലെ ന്യായപ്രമാണമല്ല, പഞ്ചഗ്രന്ഥമല്ല പറയണേ, അല്ലാതെ മോശയുടെ നിയമം എന്ന് പറഞ്ഞിട്ടൊരു ദ ടെസ്റ്റമെന്റ് ഓഫ് മോസസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അപ്രാമാണിക ഗ്രന്ഥമുണ്ട്. അതിൻ്റെ 10:1 10:3 ദൈവരാജ്യം എന്ന വാക്കുണ്ട്. ബൈബിളിൽ പഴയ നിയമത്തിൽ നമ്മളത് കാണുന്നില്ലെങ്കിലും പിന്നീട് ഈ യഹൂദ സാഹിത്യ ഗ്രന്ഥങ്ങളിൽ ഇത് ഉപയോഗിക്കാൻ തുടങ്ങി. കുമ്രാൻ എന്ന് പറയുന്നത് യെറൂസലേമിൽ നിന്നും ഒരു 20 കിലോമീറ്റർ അകലെയുള്ള ഒരു സ്ഥലമാണ്. അവിടെ നിന്ന് കിട്ടിയ ചാവുകടൽ ചുരുളുകൾ എന്ന് പറഞ്ഞിട്ട് ഡെഡ് സീ സ്ക്രോൾസ്, ചാവുകടൽ ചുരുളുകൾ അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ബൈബിളിൻ്റെ മൗലികമായ കയ്യെഴുത്ത് പ്രതികളൊക്കെ ഈ കുമ്രാനിലെ 11 ഗുഹകളിൽ നിന്നാണ് കിട്ടിയത് 1947. ആ അവിടെ ഈ ബൈബിളിൻ്റെ കയ്യെഴുത്ത് പ്രതികൾ കൂടാതെ ഈ കുമ്രാനിൽ താമസിച്ചിരുന്ന എസീനികൾ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അവരിൽ ബ്രഹ്മചാരികളുണ്ടായിരുന്നു, കല്യാണം കഴിഞ്ഞവരുണ്ടായിരുന്നു. അവർക്കൊരു വേദം പകർത്തിയെഴുതാനുള്ള, ബൈബിള് പകർത്തിയെഴുതാനുള്ള മുറി ഉണ്ടായിരുന്നു. വളരെ സംവിധാനം ചെയ്ത അങ്ങനെയുള്ളൊരു സംവിധാനമുള്ള സ്ഥലമാണ് ഈ കുമ്രാനിലെ 11 ഗുഹകൾ. അവർക്ക് ആ കമ്മ്യൂണിറ്റിയുടെ, ആ സമുദായത്തിൻ്റെ തന്നെ ചില രേഖകളുണ്ട്. ആ രേഖകളിൽ രാജ്യം എന്ന വാക്ക് 15 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു സങ്കല്പം പഴയ നിയമത്തിൽ ഇപ്പോൾ കർത്താവ് ഭരിക്കുന്നു അല്ലേ, ഞാൻ പറഞ്ഞല്ലോ, കർത്താവ് ഭരിക്കുന്നു, യാഹ്വേ മലാഖ്, അല്ലെങ്കിൽ കർത്താവാണ് രാജാവ്, മെലേഖ് യാഹ്വേ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിച്ചത്? രാജാവ് എന്ന നിലയിൽ ദൈവം
ജനങ്ങളെ രക്ഷിക്കുകയും മോചിക്കുകയും ചെയ്യുന്നു. അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ ദൈവം ഭരിക്കുന്നെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ദൈവമാണ് രാജാവ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്, രാജാവ് എന്ന നിലയിൽ ദൈവം ജനത്തെ രക്ഷിക്കുന്നു, മോചിക്കുന്നു. യേശുവിൻ്റെ കാലയളവിൽ ഈ ഒരു വിശ്വാസത്തിന്, അതായത് ദൈവം ഭരിക്കുന്നു, ദൈവം രക്ഷിക്കുന്നു, ദൈവം മോചിക്കുന്നു എന്നുള്ള ആ വിശ്വാസത്തിന് പല ശാഖകളുണ്ടായിരുന്നു. അതായത് പലരും പല തരത്തിലാണ് ഈ ദൈവരാജ്യത്തെക്കുറിച്ച് ചിന്തിച്ചത്. ദൈവം രാജാവായിരിക്കുന്നത് എങ്ങനെയാണ്, ദൈവം ഭരിക്കുന്നത് എങ്ങനെയാണ്, അതാണ് ദൈവരാജ്യം. അപ്പോൾ ദൈവം ഭരിക്കുന്ന ആ വിധം, അല്ലെങ്കിൽ അതാണ് സ്വർഗരാജ്യം അല്ലെങ്കിൽ ദൈവരാജ്യം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതെങ്ങനെയാണ്? പലർക്കും പല ചിന്തകളായിരുന്നു. ചില ചിന്തകൾ നമുക്ക് പങ്കുവയ്ക്കാം. സാധാരണക്കാരുടെ ഇടയിൽ ബഹുഭൂരിപക്ഷം സാധാരണക്കാരുടെയും വിചാരം ദാവീദാത്മജനായ മിശിഹ എന്നാണ്. ദാവീദ് ഗോത്രത്തിൽ നിന്നുള്ള ദാവീദിനെ പോലുള്ള ഒരു രാജാവ്, അതാണ് സാധാരണക്കാരുടെ വിശ്വാസം. ആ വിശ്വാസം അങ്ങനെ ഉണ്ടാകാൻ കാരണമുണ്ട്. നിന്റെ സിംഹാസനം എന്നേക്കും സ്ഥിരമായിരിക്കും എന്ന് ദൈവം ദാവീദിനോട് വാഗ്ദാനം ചെയ്തിരുന്നു. 1 സാമുവേല് 7:16. യിസ്സായുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടിമുളയ്ക്കും, അവൻ ദരിദ്രർക്ക് നീതിയോടെ ന്യായം പാലിച്ചു കൊടുക്കും എന്ന് യെശയ്യാ പ്രവാചകൻ പ്രവചിച്ചിട്ടുണ്ട്. യെശയ്യായുടെ ഗ്രന്ഥം 11:1-11 വരെ. അപ്പോൾ ദാവീദിന്റെ സിംഹാസനം എന്നേക്കും സ്ഥിരമായിരിക്കും, എന്നേക്കും നിലനിൽക്കും. ആ എന്നേക്കും നിലനിൽക്കുന്ന ദാവീദിന്റെ സിംഹാസനത്തിൽ നിന്ന് ഒരു രാജാവ് വരും. ഈ വാഗ്ദാനം നിവൃത്തിയാക്കുന്ന ദൈവം നീതിയും സമാധാനവും ഐശ്വര്യവുമുള്ള ഒരു ദേശരാഷ്ട്രം സ്ഥാപിക്കുമെന്ന്. ദേശരാഷ്ട്രം, ആ വാക്ക് പ്രധാനപ്പെട്ടതാ. ദേശമില്ലാതെയും രാഷ്ട്രമുണ്ട്, ദേശമുള്ള രാഷ്ട്രം. അപ്പോൾ ഒരു ഭൂമിയിൽ ദാവീദിന്റെ ഗോത്രത്തിൽ നിന്ന് വരുന്ന ഒരു രാജാവ്, നീതിയും സമാധാനവും ഐശ്വര്യവുമുള്ള ഒരു ദേശരാഷ്ട്രം. നമ്മളിപ്പം ഇന്ത്യ മഹാരാജ്യം, അല്ലെങ്കിൽ ബ്രിട്ടീഷ് രാജ്യം, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്നൊക്കെ പറയുന്നത് പോലുള്ള ഒരു ദേശരാഷ്ട്രം സ്ഥാപിക്കുമെന്നാണ് വളരെ വലിയ ശതമാനം യഹൂദന്മാരും വിശ്വസിച്ചിരുന്നത് യേശുവിൻ്റെ കാലയളവിൽ. വേറൊരു കൂട്ടര്, യഹൂദന്മാർ തന്നെ യേശുവിൻ്റെ കാലയളവിൽ വേറൊരു കൂട്ടര് വെളിപാടാത്മക രാജ്യം, അപ്പോകാലിപ്റ്റിക് കിങ്ഡം ഉണ്ടാകുമെന്ന് വിശ്വസിച്ചു. സമയത്തിൻ്റെ, എന്താണ് ഈ വെളിപാടാത്മകം എന്ന് പറഞ്ഞാൽ? സമയത്തിൻ്റെ സമാപ്തിയിൽ സംഭവിക്കേണ്ട സംഗതി സമയത്തിനുള്ളിൽ ദൈവം തള്ളിക്കയറ്റിയാൽ അതിനെയാണ് വെളിപാടാത്മകം എന്ന് അവരുദ്ദേശിച്ചത്. ദൈവം നേരിട്ട് മനുഷ്യന്റെ ചരിത്രത്തിൽ ഇടപെടും. വെളിപാടാത്മകം എന്നതിന് ഞാനൊരു എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന കാര്യം പറയാം. മരിച്ചവരുടെ ഉത്ഥാനം എപ്പോഴാണ് ഉണ്ടാകുക? യഹൂദന്മാരുടെ വീക്ഷണം അനുസരിച്ച് യുഗാന്തം, എസ്കത്തോളജി. മരിച്ചവരുടെ ഉത്ഥാനം ഉണ്ടാകുക യുഗാന്തത്തിലാണ്. അതാണ് യഹൂദന്മാരുടെ വിശ്വാസം. ഫരിസയരുടെ, സദുക്കായർ മരിച്ചവരുടെ ഉത്ഥാനത്തിൽ വിശ്വസിച്ചിരുന്നില്ല. ഫരിസയർ വിശ്വസിച്ചിരുന്നത് മരിച്ചവരുടെ ഉത്ഥാനം സംഭവിക്കുക യുഗാന്തത്തിലാണ്. പക്ഷേ ഒരാള് ഇതാ മരിച്ചവരുടെ ഉത്ഥാനം ചെയ്തിരിക്കുന്നു യുഗാന്തത്തിലല്ല, സമയത്തിനുള്ളിൽ. യേശുക്രിസ്തു കണ്ടോ, യുഗാന്തത്തിൽ സംഭവിക്കേണ്ട സംഗതി സമയത്തിനുള്ളിൽ, യുഗാന്തം സംഭവിക്കുന്നതിന് മുമ്പേ ദൈവം അവതരിപ്പിച്ചിരിക്കുന്നു. ഒരാൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? യുഗാന്തം ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ്. യുഗാന്തം ആരംഭിച്ചു കഴിഞ്ഞു. മരിച്ചവരിൽ നിന്ന് ഉത്ഥാനം ചെയ്യുക. ഞാനൊന്ന് ആവർത്തിക്കുകയാണ്. മരിച്ചവരുടെ ഉത്ഥാനം നടക്കുക യുഗാന്തത്തിലാണ് യഹൂദ വിശ്വാസം അനുസരിച്ച്. എന്നാൽ യുഗാന്തത്തില് സമയത്തിന് സമാപ്തിയിൽ നടക്കുന്ന സംഗതി ഇതാ സമയത്തിനൊത്ത നടുക്ക് സംഭവിച്ചിരിക്കുന്നു. അപ്പോൾ അവസാനം സംഭവിക്കേണ്ടത് ആദ്യത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ഇതുകൊണ്ടാണ് ബെനഡിക്ട് മാർപ്പാപ്പ പറയുന്നത് അവസാനം എന്ന് പറയുന്നതും കേന്ദ്രം എന്ന് പറയുന്നതും ഒന്ന് തന്നെയാണ്. അവസാനത്തിൽ സംഭവിക്കേണ്ടത് കേന്ദ്രത്തിൽ സംഭവിച്ചിരിക്കുന്നു, സമയത്തിന്റെ കേന്ദ്രത്തിൽ, കാലദേശത്തിനുള്ളിൽ. അപ്പോൾ യുഗാന്തം എന്ന് പറയുന്നത് കേന്ദ്രമാണ്, കേന്ദ്രത്തിൽ സംഭവിച്ചിരിക്കുന്നതാ. അതുകൊണ്ടാണ് അത് തിരിച്ചറിഞ്ഞ പൗലോസ് എന്താ ചെയ്തത്? അവസാനം സംഭവിക്കേണ്ടത് കാലത്തിനുള്ളിൽ സംഭവിച്ചു. ഉടനെ എന്ത് ചെയ്യണം? പുറജാതിക്കാരെ അറിയിക്കണം. അതിനാണ് പുറജാതിക്കാരുടെ അപ്പസ്തലനായിട്ട് പൗലോസ് പോകുന്നത്. ഇക്കാര്യം പുറജാതിക്കാർ അറിയിക്കേണ്ടതുണ്ട്. അത് പെട്ടെന്ന് ചെയ്യണമെന്ന് പൗലോസ് വിചാരിച്ചതിന് കാരണം എന്താണ്? അവസാനം സംഭവിക്കേണ്ടത് കാലത്തിനുള്ളിൽ ദൈവം അവതരിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇങ്ങനെ സമയത്തിന്റെ സമാപ്തിയിൽ നടക്കേണ്ട സംഗതി സമയത്തിനുള്ളിൽ ദൈവം കൊണ്ടുവന്നാൽ, തള്ളിക്കയറ്റിയാൽ അതിനെയാണ് വെളിപാടാത്മകം എന്ന് പറയുക. ഇത് ഞാൻ ഉദാഹരണം പറഞ്ഞത് ഈ വെളിപാടാത്മകം എന്ന വാക്ക് മനസ്സിലാക്കാനുള്ള എളുപ്പത്തിനാണ്. അപ്പോകാലിപ്റ്റിക് എന്ന് പറഞ്ഞ വാക്ക് മനസ്സിലാക്കാൻ.
യേശുവിന്റെ കാലയളവിൽ ദൈവരാജ്യത്തെക്കുറിച്ച് ചിന്തിച്ചത് എന്താണെന്ന് അറിയാമോ? ദൈവം നേരിട്ട് എങ്ങനെയോ ഇടപെട്ട് ഈ രാജ്യത്തിലെ ചക്രവർത്തിമാരൊക്കെ അങ്ങ് തട്ടിമറിച്ചിടും, എന്നിട്ട് ദൈവം ഒരു ഭരണം നടത്തും. നമ്മൾ ചിലർ ഈ 1000 വർഷത്തെ ഭരണത്തെക്കുറിച്ച് ചിലർ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അതായത് യേശുക്രിസ്തു വീണ്ടും ഭൂമിയിൽ വന്ന് 1000 വർഷം ഭരിക്കും. അങ്ങനെ യേശു വീണ്ടും ഭൂമിയിൽ മനുഷ്യനായി വരുമെന്ന് വിചാരിക്കുന്ന കുറേ പേരുണ്ട്. അത് തെറ്റാണ്. കാരണം എന്താ? ഇനി അവൻ മനുഷ്യനായിട്ട് ഭൂമിയിൽ വന്ന പിന്നെയും മരിക്കേണ്ടി വരും. അപ്പം അങ്ങനെയുള്ളൊരു വരവല്ല അത്. ഈ 1000 വർഷത്തെ ഭരണം എന്ന് പറയുന്നത് യേശു ഭൂമിയിൽ വന്ന് ദാവീദിന്റെ സാമ്രാജ്യം സ്ഥാപിക്കും. അങ്ങനെ അക്കാലത്ത് യേശുവിന്റെ കാലത്ത് ചിലർ വിചാരിച്ചിരുന്നു, ഇപ്പോഴും ചിലർ വിചാരിക്കുന്നുണ്ട്. അത് തെറ്റായ ചിന്തയാണ് ശരിക്കും. അപ്പോൾ ഈ ദാനിയേലിന്റെ ഗ്രന്ഥത്തിൽ 7-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഭൂമിയിൽ നിന്നുള്ള 4 സാമ്രാജ്യങ്ങൾ 4 മൃഗങ്ങളുടെ രൂപത്തിലാണത്. 4 മൃഗങ്ങൾ, അതായത് മൃഗീയ സാമ്രാജ്യം, ഈ ക്രൂരമായ സാമ്രാജ്യം. അങ്ങനെ കടലിൽ താഴെ നിന്ന് കയറി വരുന്ന 4 മൃഗങ്ങൾ, 4 സാമ്രാജ്യങ്ങൾ, ആ 4 സാമ്രാജ്യങ്ങളെ തകർത്ത് തരിപ്പണമാക്കി ദൈവത്തിന്റെ രാജ്യം സ്ഥാപിക്കാൻ മുകളിൽ നിന്ന് മനുഷ്യപുത്രം വരുന്നു. ഇതിനെയാണ് വെളിപാടാത്മകം എന്ന് പറയണേ. അവർ വിചാരിച്ചത് യേശുക്രിസ്തുവിനെ പോലത്തെ ഒരാൾ, അതായത് മരിച്ചു ഉത്ഥാനം ചെയ്തിട്ടുള്ളതും അതൊന്നുമല്ല ഉദ്ദേശിച്ചത്. ശരിക്കും ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഈ 1000 വർഷത്തെ ഭരണത്തിന് യേശു വീണ്ടും ഭൂമിയിൽ മനുഷ്യനായിട്ട് വന്ന്, മജ്ജയും മാംസമുള്ള മനുഷ്യനായിട്ട് വന്ന് 1000 വർഷത്തെ ഭരണം നടത്തുമെന്ന് ചിലർ വിചാരിക്കുന്നുണ്ടല്ലോ. അതുപോലെ യേശുവിന്റെ കാലത്ത് ചിലർ വിചാരിച്ചു ദൈവം ഇതുപോലെ നേരിട്ട് വന്ന് ഈ യേശു ചെയ്ത പോലെ ചെയ്യുന്നല്ല വിചാരിച്ചത്, മറിച്ച് ഈ സാമ്രാജ്യങ്ങളൊക്കെ തകർത്ത് തരിപ്പണമാക്കി ഒരു ദൈവിക രാജ്യം സ്ഥാപിക്കുമെന്ന് കുറേ പേര് വിചാരിച്ചു. അതാണ് ഈ വെളിപാടാത്മക ചിന്ത എന്ന് പറയുന്നത്. ദാനിയേലിന്റെ ഗ്രന്ഥം 7-ാമത്തെ അധ്യായത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ ചിന്ത ചിലർ വെച്ച് പുലർത്തിയിരുന്നത്. വേറെ ചിലർ സക്കറിയായുടെ ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കി ഒരു പുരോഹിത രാജാവായിരിക്കും എന്ന് വരിക എന്നാണ് വിചാരിച്ചത്. മുള എന്ന പേരുള്ള പുരുഷൻ അവൻ സിംഹാസനത്തിൽ പുരോഹിതനായിരിക്കും എന്ന് സക്കറിയ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. സക്കറിയയുടെ ഗ്രന്ഥം 6-ാമത്തെ അധ്യായം 12-13 വാക്യങ്ങൾ. മുള എന്ന പേരുള്ള, മുള എന്നുള്ളതിന് ബ്രാഞ്ച്, അത് മിശിഹായുടെ ഒരു ടൈറ്റിലാണ്, ശീർഷകമാണ്. മുള എന്ന പേരുള്ള പുരുഷൻ സിംഹാസനത്തിൽ പുരോഹിതനായിരിക്കും. അതായത് മിശിഹ രാജാവിനുള്ള മറ്റൊരു ശീർഷകമാണ്, മറ്റൊരു വാക്കാണ് മിശിഹ രാജാവ് എന്ന് വെച്ചാൽ അഭിഷിക്തനായ രാജാവ്. അപ്പൊ ഈ മിശിഹ രാജാവ് പുരോഹിതനായിരിക്കുമെന്ന് സക്കറിയയുടെ പ്രവചനത്തിലുണ്ട്. ആ പ്രവചനം അനുസരിച്ച് അവൻ ദേവാലയം പുനർനിർമ്മിക്കും. അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് ഈ ദേവാലയം പുനർനിർമ്മിക്കുന്ന ഒരു ഉത്തമ പുരോഹിതനായിരിക്കും മിശിഹ എന്നാണ് വേറൊരു കൂട്ടർ വിചാരിച്ചത്. ഈ കുമ്രാനിലെ എസീനികൾ അവരുടെ ഗുരുവിനെ വിളിച്ചിരുന്നത് ധർമ്മനീതിയുടെ അധ്യാപകൻ എന്നാണ്. ടീച്ചർ ഓഫ് റൈച്ചസ്നെസ്, ധർമ്മനീതിയുടെ അധ്യാപകൻ. ആ ധർമ്മനീതിയുടെ അധ്യാപകൻ പുരോഹിത മിശിഹായെക്കുറിച്ച് സ്വപ്നങ്ങൾ കണ്ടുവെന്ന് ഈ ചാവുകടൽ ചുരുളുകളിൽ, കുമ്രാനിലെ 11 ഗുഹകളിൽ നിന്ന് കിട്ടിയ ചാവുകടൽ ചുരുളുകളിൽ നമ്മൾ കാണുന്നുണ്ട്. അഹറോന്റെ മിശിഹ എന്നാണ് അവർ വിളിക്കുന്നത്. അഹറോൻ പുരോഹിതനായിരുന്നല്ലോ, പുരോഹിത മിശിഹ, അഹറോൻ മിശിഹ, അല്ലെങ്കിൽ ഇസ്രായേലിന്റെ മിശിഹ എന്നെല്ലാം അവർ ഈ ഭാവി രാജാവിന് വിശേഷിപ്പിക്കുന്നുണ്ട്. യഹൂദന്മാരുടെ ഇടയിലുള്ള മറ്റൊരു അപ്രാമാണിക ഗ്രന്ഥമാണ് 12 പൂർവ്വപിതാക്കന്മാരുടെ ടെസ്റ്റമെന്റ്, നിയമങ്ങൾ. അതിലും ഇങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് ഒരു പുരോഹിത മിശിഹായായിരിക്കും വരാനിരിക്കുന്ന രാജാവ് എന്നാണ് അവർ കണക്ക് കൂട്ടിയത്. പ്രത്യേകിച്ച് ഖുമ്രാനിലെ ഈ ധർമ്മനീതിയുടെ അധ്യാപകനൊക്കെ അങ്ങനെയാണ് ചിന്തിച്ചത്. വേറൊരു ചെറിയൊരു ഗണം അവർ വിചാരിച്ചത് ഒരു സൈനിക രാജ്യമായിരിക്കുമെന്നാണ്. സൈനിക രാജ്യം, സൈന്യം നിയന്ത്രിക്കുന്ന രാജ്യം. അതായത് ഒരു പട്ടാള തലവനായിരിക്കും മിശിഹ എന്നാണ്. അവൻ്റെ രാജ്യമോ പട്ടാള നിയന്ത്രണത്തിലായിരിക്കും. ഒരു എന്താ പറയുക, അടിയന്തരാവസ്ഥ പോലെ. പാകിസ്ഥാനിലെ പട്ടാള നിർമ്മിത രാജ്യമാണല്ലോ ശരിക്ക്. ഈ നമ്മുടെ ശശി തരൂർ പറഞ്ഞതുപോലെ എല്ലാ രാജ്യങ്ങൾക്കും സൈന്യമുണ്ട്. ലോകത്ത് ഒരു രാജ്യത്ത് മാത്രം ഒരു സൈന്യത്തിന് ഒരു രാജ്യമുണ്ട്. എല്ലാ രാജ്യങ്ങൾക്കും സൈന്യമുണ്ട്, എന്നാൽ ഒരു സ്ഥലത്ത് മാത്രം സൈന്യത്തിന് ഒരു രാജ്യമുണ്ട്. നമ്മൾ പാകിസ്ഥാനെ കുറിച്ച് അങ്ങനെ പറയാം. അതുപോലെ ഒരു സൈനിക നിയന്ത്രിത ഭരണകൂടം, ആ സൈനിക നിയന്ത്രിത ഭരണകൂടത്തിൻ്റെ തലവനായി, ഒരു പട്ടാള തലവനായി, സൈന്യ തലവനായി മിശിഹ വരുമെന്നാണ് ഒരു കൂട്ടർ വിചാരിച്ചത്. സംഖ്യയുടെ പുസ്തകത്തിൽ 24-ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ നമ്മൾ കാണുന്നുണ്ട്.
യാക്കോബിൽ നിന്ന് നക്ഷത്രം ഉദിക്കും, ഇസ്രായേലിൽ നിന്ന് ചെങ്കോൽ ഉയർന്നു വരും. ഈ ബാലാമിന്റെ പ്രവചനത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ സൈനിക രാജ്യത്തെക്കുറിച്ച് അവർ ചിന്ത വളർത്തിയത്. പിന്നീട് ഈ ഗണമാണ് സെലോട്ടുകൾ. യേശുവിൻ്റെ കാലത്ത് സെലോട്ടുകൾ, യേശുവിൻ്റെ 2 ശിഷ്യന്മാരുടെ സെലോട്ടുകളായിരുന്നു. അവർ സായുധ വിപ്ലവത്തിൽ വിചാരിച്ചിരുന്നവർ യേശുവിൻ്റെ പ്രബോധനം കേട്ടപ്പോൾ അത്തരം ആയുധമല്ല വേണ്ടത്, വചനം എന്ന ആയുധമാണ് വേണ്ടതെന്ന് കരുതി ആ സെലോട്ടുകളിൽ നിന്ന് 2 പേര് ശിഷ്യന്മാരായിട്ട് മാറിയിട്ടുണ്ട്. യേശുവിൻ്റെ ശിഷ്യന്മാർ 2 പേര് സെലോട്ടുകളായിരുന്നു. തുടക്കത്തിൽ തീവ്രവാദികളായിരുന്നു. പിന്നീട് തീവ്രവാദം ഉപേക്ഷിച്ച് യേശുവിന് ശിഷ്യന്മാരായി. ഇല്ലേ, തീവ്രവാദിയായി ഷെമയോൻ എന്നൊക്കെ പറയുന്നു. അതുപോലെ ഇസ്കാരിയോത്ത്, ഈ സെലോട്ടുകൾ തന്നെ ഏറ്റവും തീവ്രവാദികളായിരുന്നു. ഈ അരിവാളും കൊണ്ട് നടക്കുന്ന അരിവാള് കൊണ്ട് നടക്കുന്ന സിക്കാരി എന്ന് വെച്ചാൽ അരിവാളെന്നാണ്, ആ വിഭാഗത്തിൽപ്പെട്ടതായിരുന്നു യൂദസ്കറിയോത്ത. സ്കറിയോത്ത് എന്ന വാക്ക് സിക്കാരി എന്ന വാക്കിൽ നിന്ന് വരുന്നതാണ്. അരിവാള് കൊണ്ട് നടക്കുന്നവർ അല്ലെങ്കിൽ കഠാര കൊണ്ട് നടക്കുന്നവർ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ചെറിയ ഗണം തീവ്രവാദികളായിട്ട് മാറി. ഒരു സൈനിക രാജ്യം ഉണ്ടാകുമെന്ന്, സൈനിക രാജ്യം അത് നയിക്കുന്ന ആ സൈനിക നിയന്ത്രിത രാജ്യത്തിൻ്റെ തലവനായി മിശിക. അങ്ങനെയാണ് ദൈവം ലോകത്തെ ഭരിക്കാന്നാണ് ചിലർ കണക്ക് കൂട്ടിയത്. അവർ സായുധ വിപ്ലവത്തിലേക്ക് പോയി. വേറൊരു കൂട്ടർ കണക്കാക്കിയത് പ്രൊഫറ്റിക് മെസായ, പ്രവാചക മിശിക. അതായത് എന്നെപ്പോലെ ഒരു പ്രവാചകനെ നിന്റെ മധ്യേ നിന്റെ സഹോദരന്റെ ഇടയിൽ നിന്ന് ഞാൻ ഉയർത്തുമെന്ന് മോശ പറഞ്ഞിരുന്നു. നിയമാവർത്തന ഗ്രന്ഥം 18:15 18:15 മുതൽ 18 വരെ. ആ യുഗാന്ത പ്രവാചകൻ, മോശയെ പോലുള്ള പ്രവാചകൻ, ആ പ്രവാചകന്റെ രാജ്യമായിരിക്കും ദൈവരാജ്യം എന്നാണ് ഫരിസയരിൽ ചിലരെങ്കിലും വിശ്വസിച്ചിരുന്നത്. മോശയുടെ ന്യായപ്രമാണം നടപ്പാക്കുന്ന, ഭരണഘടനയായിട്ട് നടപ്പാക്കുന്ന, അനുശാസിക്കുന്ന ഒരു ഭരണം, ഒരു മിശിക. ആ മോശയുടെ ന്യായപ്രമാണം എന്നുള്ള നുകം കഴുത്തിലെടുത്ത് വെച്ചാൽ ഈ രാജ്യം ആസ്വദിക്കാൻ പറ്റുമെന്നും ഫരിസയന്മാർ വിചാരിച്ചു. അതുകൊണ്ടാണ് അവർ മെറ്റിക്കുലസ് ആയിട്ട് ഇങ്ങനെ നിയമങ്ങൾ പാലിക്കാനായിട്ടൊക്കെ താല്പര്യപ്പെട്ടത്. കുറച്ച് പേര് പുരോഗമനവാദികൾ എന്ന് വിചാരിക്കുന്ന കുറച്ച് പേരുണ്ട്. അതായത് അധികം ദൈവചിന്തയൊന്നും വേണ്ട. അതാണ് പുരോഗമനം എന്ന് പറഞ്ഞാൽ ദൈവചിന്ത വേണ്ട എന്നുള്ളതിനെ പുരോഗമനം എന്ന് പറയണേ. ശരിക്കിത് അധോഗമനമാണ്. ദൈവചിന്ത വേണ്ട എന്ന് വിചാരിക്കുന്നവർ പുരോഗമനവാദികളല്ല, അധോഗമനവാദികളാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ പുരോഗമനം എന്ന് വിചാരിച്ചാൽ ദൈവം വേണ്ട, കുറച്ച് നന്മപ്രവൃത്തികളൊക്കെ ചെയ്താൽ മതി, മതം വ്യക്തിപരമായ ഒരു കാര്യം മാത്രമാണ് എന്നൊക്കെ പറയുന്ന ആ പുരോഗമന എന്ന് പറയുന്ന അധോഗമനം. പക്ഷെ അക്കാലത്തുണ്ട് ഈ പുരോഗമനം എന്ന് പറയുന്ന അധോഗമനം. എന്താണ് അവർ പറഞ്ഞത്? ഒരു തത്വജ്ഞാനിയായ രാജാവ്. പ്ലേറ്റോ പറഞ്ഞിട്ടുണ്ട്, നല്ല ഭരണകർത്താവ് നല്ല തത്വജ്ഞാനി ആയിരിക്കണം. നല്ല തത്വജ്ഞാനി ആയിരുന്നല്ലേ നല്ല ഭരണകർത്താവാകൂ. വിവരമുള്ളവനായിരിക്കണമെന്നാണ് അർത്ഥം. അത് നമ്മൾ വളരെ സത്യമാണ്. ശരിക്ക് വിവരമില്ലാത്തതിൻ്റെ പേരിൽ വിവരമില്ലാത്ത ഒരു ഭരണകർത്താക്കളാകുന്നതിൻ്റെ ശാപം വളരെയേറെ ഏറ്റുവാങ്ങുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ഏതായാലും ഇങ്ങനെയുള്ള തത്വജ്ഞാനിയായ ഭരണകർത്താവ് വേണമെന്ന് പ്ലേറ്റോ പറഞ്ഞതുപോലെ ഈ പ്ലേറ്റോയുടെ ഫിലോസഫി, ഗ്രീക്ക് ഫിലോസഫി ഗലീലിയൻ പ്രദേശത്തൊക്കെ വളരെ സ്വാധീനം ചെലുത്തിയിരുന്നതാണ്. യമന സംസ്കാരത്തിൻ്റെ ഈ ബേസിക് ആയുള്ള ചിന്തകളൊക്കെ ഈ ഗ്രീക്ക് സംസാരിക്കുന്ന ഒരുപാട് യഹൂദന്മാരുണ്ട്. അവരെയാണ് യവനർന്ന് വിളിക്കണേ, ഇല്ലേ? അവരുടെ ചിന്ത, അതായത് ഗ്രീക്ക് തത്വജ്ഞാനത്തിൻ്റെ സ്വാധീനത്തിൽ അവർ വിചാരിച്ചത് ഈ മിശിക എന്ന് പറയുന്ന ആള് തത്വജ്ഞാനിയായിരിക്കും. അദ്ദേഹത്തിൻ്റെ പ്രബോധനങ്ങളിലൂടെ, സോക്രട്ടസിനെ പോലെയോ പ്ലേറ്റോയോ അരിസ്റ്റോട്ടല്, അങ്ങനെ പ്രബോധനങ്ങളിലൂടെ, ബോധവൽക്കരണത്തിലൂടെ ജനങ്ങൾക്ക് മാനസാന്തരം വരുമെന്നും അങ്ങനെ അതൊരു ആദർശപൂർണമായ രാജ്യമായിരിക്കുമെന്നും സങ്കല്പിച്ചു. ഇപ്പം നമ്മളില്ലേ, സമത്വസുന്ദരമായ ലോകം ഈ ലോകത്ത് കൊണ്ടുവരാൻ പറ്റും, അതിന് ദൈവമൊന്നും വേണ്ട എന്ന് വിചാരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു ചിന്തയുണ്ടല്ലോ. അതിനോടൊക്കെ പ്ലേറ്റും അരിസ്റ്റോട്ടലൊന്നും അങ്ങനെ ദൈവചിന്തയില്ലാത്തവരല്ല. എങ്കിലും പുരോഗമനവാദം എന്ന് പറയുന്ന ഒരു വാദം, അതായത് ദൈവം മാറ്റി നിർത്തിയാലും സാരമില്ല, ഭൂമിയിൽ നല്ല ബോധവൽക്കരണത്തിലൂടെ ഒരു ദൈവരാജ്യം ഭൂമിയിൽ തന്നെ സ്ഥാപിക്കാൻ പറ്റും, തത്വജ്ഞാനിയായി ഭരണകർത്താവ് ഉണ്ടായാൽ മതി എന്ന് വിചാരിച്ചിരുന്ന കുറച്ച് പേരുണ്ടായിരുന്നു. അവര് അങ്ങനെയാണ് വിചാരിച്ചത്. ഈ തോമസിന്റെ സുവിശേഷം എന്ന് പറഞ്ഞിട്ട് ഒരു അപ്രാമാണിക ഗ്രന്ഥമുണ്ട്. അതിൽ 114 മൊഴികളുള്ളത്. അതിലൊക്കെ ഏതാണ്ട് ഈ തരത്തിലുള്ളതാണ്, ഈ ചിന്തകളുണ്ട്. ഈ തോമസിന്റെ സുവിശേഷം രചിക്കപ്പെട്ടത് ആദ്യത്തെ രചന നടന്നത്, അതിന്റെ ഫസ്റ്റ് എഡിഷൻ 70കളിലാണെന്ന് പറയുന്നു. അതിന് നമുക്ക് കിട്ടിയിരിക്കുന്ന കോപ്പി ഏതാണ്ട് 140 ക്രിസ്തുവർഷം 140 കാലയളവിലാണ്. എന്ന് വെച്ചാൽ യേശു മരിച്ചൊരു 100 വർഷങ്ങൾക്ക് ശേഷമാണ്. പക്ഷേ അതിനു മുമ്പ് തന്നെ അത് എഴുതപ്പെട്ട കാലമാണ് പറയണേ. ഈ ചിന്താഗതികൾ സമൂഹത്തിൽ കുറച്ച് പേരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ളവരുടെയാണ് പറയുന്നത് ഈ തത്വജ്ഞാനിയായ രാജാവ്,
അതിലൂടെയാണ് ദൈവരാജ്യം ഭൂമിയിൽ വരിക എന്ന് വിചാരിച്ചത്. ഒരു പുരോഗമനവാദം. ഇങ്ങനെ ഒരു 6 ശാഖകളിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞു. ഇനി യേശു അവതരിപ്പിച്ച ദൈവരാജ്യം എന്താണ്? യേശു അവതരിപ്പിച്ചത് ഈ മുകളിൽ പറഞ്ഞ ഒരു തരത്തിലുള്ള രാജ്യങ്ങളും കർത്താവ് അംഗീകരിച്ചില്ല, അതിനോട് യോജിച്ചില്ല. എന്നാൽ ആ ചിന്തകളിലൂടെ അവതരിപ്പിക്കപ്പെട്ട സ്വപ്നങ്ങൾ, ആവിഷ്കരിച്ച സ്വപ്നങ്ങൾ യേശു നിഷേധിച്ചില്ല. ഈ ഞാൻ മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ ആ 6 തരത്തിലുള്ള രാജ്യത്തോടും യേശു യോജിച്ചില്ല. പക്ഷേ അതിലൂടെ ആവിഷ്കരിക്കപ്പെട്ട ഒരു സ്വപ്നമുണ്ടല്ലോ, ആ സ്വപ്നങ്ങൾ കർത്താവ് നിഷേധിച്ചില്ല. യഹൂദ പശ്ചാത്തലത്തിൽ പറയുകയാണെങ്കിൽ ദാവീദിന്റെയും ശലോമോന്റെയും സോളമൻ ദേശരാഷ്ട്രവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ദൈവരാജ്യം. കുറച്ച് വർഷങ്ങളെ അത് ഭൂമിയിൽ ഉണ്ടായുള്ളൂ. ദാവീദ്, സോളമൻ, ശലോമോന്റെ മരണത്തോടെ ആ രാജ്യം 2 വിഭജിക്കപ്പെട്ടു, ഇസ്രായേൽ, യൂദ. പിന്നെ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ അത് പൂർണ്ണമായിട്ട് അസ്തമിച്ച പോലെയായി. 6-ാം നൂറ്റാണ്ടായപ്പോഴേക്കും അത് അസ്തമിച്ച പോലെയായി. എങ്കിലും ഇസ്രായേലിലെ സകല ഗോത്രങ്ങളുടെ മേലും പുറജാതിക്കാരുടെ മേലും യേശു ഭരിക്കാനിരുന്ന തേജസാർന്ന മഹത്വമാർന്ന രാജ്യത്തിന്റെ ഒരു പൂർവ്വ ആസ്വാദനം, ഒരു മുൻ ആസ്വാദനം ഈ ദാവീദിന്റെയും സോളമന്റെയും രാജ്യത്തുണ്ടായിരുന്നു. ഇസ്രായേൽ സകല ഗോത്രങ്ങളുടെ മേലും 2 ശമൂവേൽ 5:1-5, മത്തായി 19:28. അപ്പോൾ അവിടെ ഒരു സാമ്യമുണ്ട്. അതായത് ഇസ്രായേലിലെ 12 ഗോത്രങ്ങളെയും നിങ്ങൾ ഭരിക്കുമെന്ന് യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്. അതായത് ഇസ്രായേലിലെ സകല ഗോത്രങ്ങളുടെ മേലും ദാവീദ് ഭരിച്ചതുപോലെ ഇസ്രായേൽ സകല ഗോത്രങ്ങളുടെ മേലും യേശുവിന്റെ 12 പേര് സിംഹാസനത്തിൽ ഇരുന്ന് ഭരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്, മത്തായി 19:28. അതുപോലെ സകല പ്രജാതിക്കാരുടെ മേലും ദാവീദും സോളമനും ഭരണം നടത്തി, 1 രാജാക്കന്മാർ 4:20-21. അതുപോലെ യേശു ഇവരോട് പറയാണ്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, നിങ്ങൾ പോയി സകല ജനതകളെയും ശിക്ഷപ്പെടുത്തുക, മത്തായി 28:18-20. അപ്പോൾ സകല പ്രജാതിക്കാരുടെ മേലും, അപ്പോൾ ദാവീദും സോളമനും സകല ഇസ്രായേൽ ഗോത്രങ്ങളുടെ മേലും പുറജാതിക്കാരുടെ മേലും ഭരണം നിർവഹിച്ചതുപോലെ യേശുവിന്റെ തേജസ്സാർന്ന രാജ്യം സകല ഇസ്രായേൽ ഗോത്രങ്ങളുടെ മേലും പുറജാതിക്കാരുടെ മേലും ഭരണം നടത്തുമെന്ന് സൂചനയുണ്ട്. അതിനാൽ ഈ ദൈവരാജ്യം എന്ന് പറയുന്നത് ദാവീദിന്റെയും സോളമന്റെയും ഭൂമിയിലെ ദേശരാഷ്ട്രവുമായിട്ട് ഒരു ബന്ധമുണ്ട് അതിന്. പക്ഷേ അതിനെ അതിശയിക്കുകയും ചെയ്യുന്നു. ആ പ്രാചീന സാമ്രാജ്യം, അതായത് ദാവീദിന്റെയും സോളമന്റെയും സാമ്രാജ്യം, അത് അസ്തമിച്ചു പോയെങ്കിലും വീണ്ടും ഉയർക്കുകയും രൂപാന്തരപ്പെടുകയും ചെയ്തിരിക്കുന്നതാണ് സഭ എന്ന് യേശു പറയുന്നുണ്ട്. ദാവീദിന്റെ യഥാർത്ഥ അവകാശം എന്ന നിലയിൽ യേശു ഈ സഭയെ സ്വർഗത്തിലെ ദൈവത്തിന്റെ വലതുഭാഗം എന്ന് പറയുന്ന സിംഹാസനത്തിൽ ഇരുന്ന് ഭരിക്കുന്നു. ഞാനൊന്ന് ആവർത്തിക്കുക. ഈ പ്രാചീന സാമ്രാജ്യം, അതായത് ദാവീദിന്റെയും സോളമന്റെയും പ്രാചീന സാമ്രാജ്യം, അത് വീണ്ടും ഉയർക്കും, രൂപാന്തരപ്പെടും. അങ്ങനെ സംഭവിക്കുന്നതാണ്, ആ ഉയർത്ത് രൂപാന്തരപ്പെടുന്നതാണ് സഭ. ആ സഭയെ ദാവീദിന്റെ യഥാർത്ഥ അവകാശം എന്ന നിലയിൽ മത്തായി 1:1, ലൂക്ക 1:32-34, മറിയത്തോടുള്ള മംഗളവാർത്തയിൽ ഗബ്രിയേൽ മാലാഖ പറയുന്നത്, അവന്റെ പിതാവായ ദാവീദിന് സിംഹാസനം അവന് കൊടുക്കും, അവൻ അതിന്മേൽ ഇരുന്ന് രാജ്യം ഭരിക്കും. അപ്പൊ ദാവീദിന്റെ യഥാർത്ഥ അവകാശം എന്ന നിലയിൽ, ദാവീദ് പുത്രൻ എന്ന നിലയിൽ മത്തായി 1:1, ദാവീദിന്റെ സിംഹാസനം, അത് ദാവീദിന്റെ സിംഹാസനം ദാവീദിന്റെ പുത്രൻ എന്ന നിലയിലുള്ള സിംഹാസനമല്ല, ദാവീദിന്റെ കർത്താവ് എന്ന നിലയിലുള്ള സിംഹാസനമാണ്. അത് ദൈവത്തിന്റെ വലത്തുവശമാണ്. അവിടെ ഇരുന്നു കൊണ്ട് ഈ സഭയെ, അതായത് പഴയ പ്രാചീന സാമ്രാജ്യത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പും രൂപാന്തരവുമായ സഭയെ ഭരിക്കുമെന്ന് കർത്താവ് വെളിപ്പെടുത്തി. അപ്പൊ ഈ പഴയ സാമ്രാജ്യമായിട്ട് അതിന് ബന്ധമുണ്ട്, തീർത്തും ബന്ധമില്ലെന്ന് പറയാൻ പറ്റില്ല. പഴയ നിയമം റദ്ദ് ചെയ്തിട്ടില്ല എന്നുള്ള തെളിവ് കൂടിയാണിത്. നമുക്ക് കുറച്ചുകൂടി ഇതിന് ആഴത്തിലേക്ക് പോകാം. എന്താണ് യേശു ഉദ്ദേശിച്ചത്? പുതിയ നിയമത്തിൽ 122 പ്രാവശ്യമാണ് ദൈവരാജ്യം എന്ന പ്രയോഗമുള്ളത്. അതിൽ 99 പ്രാവശ്യം സമാന്തര സുവിശേഷങ്ങളിലാണ്. മത്തായി, മർക്കോസ്, ലൂക്ക, ഈ 3 സുവിശേഷങ്ങളെയാണ് സമാന്തര സുവിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഈ 99 പ്രാവശ്യം ഈ 3 സുവിശേഷങ്ങളിലാണ്. ഈ 122 പ്രാവശ്യത്തിൽ 99 പ്രാവശ്യം, അതിൽ 90 പ്രാവശ്യവും യേശുവിൻ്റെ വായിൽ നിന്നാണ് ഈ പ്രയോഗം വരുന്നത്, ദൈവരാജ്യം. മത്തായിയുടെ സുവിശേഷത്തിൽ 32 പ്രാവശ്യം സ്വർഗരാജ്യം എന്ന് ഉപയോഗിച്ചിരിക്കുന്നു, 4 പ്രാവശ്യം ദൈവരാജ്യം എന്ന്. മത്തായി യഹൂദന്മാർക്ക് സുവിശേഷം എഴുതിയതുകൊണ്ട് ദൈവം എന്നുള്ള വാക്ക് ഉപയോഗിക്കാനായിട്ട് അവർക്ക് മടിയുള്ളത് കൊണ്ട് സ്വർഗരാജ്യം എന്ന് ഉപയോഗിച്ചിരിക്കുന്നു. പക്ഷെ 4 പ്രാവശ്യം ദൈവരാജ്യം എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്.
90 പ്രാവശ്യവും യേശുവിൻ്റെ വായിൽ നിന്നാണ് ദൈവരാജ്യം അല്ലെങ്കിൽ സ്വർഗരാജ്യം എന്ന വാക്ക് വരുന്നത്. എന്ന് വെച്ചാൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ യേശുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോജക്റ്റാണ് സ്വർഗത്തിലെ രാജ്യം ഭൂമിയിൽ സാധിക്കുക. അത് ലോകത്തെ ആരെങ്കിലും സ്വപ്നം കണ്ടിട്ടില്ല, ആ എല്ലാ സ്വപ്നങ്ങളെക്കും വലിയ സ്വപ്നമാണിത്. സ്വർഗരാജ്യം ഭൂമിയിൽ കൊണ്ടുവരിക, അതാണ് യേശുവിൻ്റെ പ്രോജക്റ്റ് എന്ന് ഞാനൊരു ആധുനിക ഭാഷാ സങ്കേതം ഉപയോഗിച്ച് പറയുകയാണേ. അങ്ങനെയെങ്കിൽ എന്താണ് ഈ സ്വർഗരാജ്യം അല്ലെങ്കിൽ ദൈവരാജ്യം? യേശു ദൈവത്തെ വിളിച്ചത് അബ്ബാ, അപ്പ എന്നാണ്. ദൈവം പിതാവാണ് എന്ന സങ്കല്പമൊക്കെ പഴയ നിയമത്തിലുണ്ട്. പക്ഷെ ഒരാളും ദൈവത്തെ അപ്പാ, അബ്ബാ എന്ന് വിളിച്ചിട്ടില്ല. അങ്ങനെ യേശു വിളിക്കുക മാത്രമല്ല, നമ്മളോട് വിളിക്കാൻ പറഞ്ഞു, ദൈവത്തെ അപ്പ എന്ന് വിളിക്കൂ. ഇല്ലേ, കൊച്ചു കുട്ടികൾ അപ്പ എന്ന് വിളിക്കില്ലേ? അതിനകത്തുള്ളൊരു വൈകാരികമായിട്ടുള്ളൊരു അടുപ്പം, ആ അടുപ്പത്തോടു കൂടി ദൈവത്തെ അപ്പ, അബ്ബ എന്ന് വിളിക്കൂ എന്നാണ് കർത്താവ് പറഞ്ഞത്. നമ്മുടെ അപ്പനായ ദൈവം, അപ്പൻ എന്ന് പറയുമ്പോൾ പിതാവ് എന്ന് തന്നെ ഉദ്ദേശിക്കുന്നത്, അതായത് ബയോളജിക്കൽ സെൻസിൽ ഉപയോഗിക്കരുത്. അതുകൊണ്ട് സ്വർഗസ്ഥനായ എന്ന് മത്തായി ഇല്ലേ, അത് അങ്ങനെ അത് ചേർത്ത് പറയണേ. അപ്പോൾ നമ്മുടെ അപ്പനായ, നമ്മുടെ പിതാവായ, നമ്മുടെ അപ്പനെന്ന് കരുതുക, അപ്പനായ ദൈവം നമ്മെ രക്ഷിക്കാനായിട്ട് ഏതറ്റം വരെയും പോകും. അതാണ് യോഹന്നാൻ 13:1. അവൻ സ്നേഹിച്ചു, അവൻ സ്വന്തമായുള്ളവരെ അറിഞ്ഞു, സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചതാണ്. അവസാനം വരെ എന്നുള്ള വാക്ക് തേലോസ് എന്നാണ് എൻ്റെ ഗ്രീക്ക്. അതായത് അവരെ, തൻ്റെ സ്വന്തമായുള്ളവരെ രക്ഷിക്കാൻ ഏതറ്റം വരെയും പോയി എന്നാണ്. ഏതറ്റം വരെയും പോകുന്ന സ്നേഹമാണത്. അവിടെ അവൻ്റെ മുമ്പിൽ തൻ്റെ സ്വന്തപ്പെട്ടവര്, തൻ്റെ മക്കള്, അവരെ രക്ഷിക്കാൻ അവൻ ഏതറ്റം വരെയും പോകും. ഒരു പ്രതിബന്ധവും അവൻ്റെ മുമ്പിലില്ല. യോഹന്നാൻ 13:1. അപ്പം നമുക്ക് ഈ ഏതറ്റം വരെയും പോകുന്ന സ്നേഹം, നമുക്ക് അപ്പാ, അബ്ബ എന്ന് വിളിക്കാൻ പറ്റുന്ന ദൈവത്തിൻ്റെ ഏതറ്റം വരെയും പോകുന്ന സ്നേഹം, ആ സ്നേഹത്തെ നമുക്ക് എങ്ങനെയൊന്ന് അവതരിപ്പിക്കുക? നമുക്കൊരു ഉദാഹരണം പറയാം. ഒരു അഗ്നിപർവ്വതം ഇങ്ങനെ പൊട്ടിത്തെറിക്കാന്ന് വിചാരിക്കുക. അപ്പം ലാവ ഇങ്ങനെ ഒഴുകുകയാണ്. ആ ലാവ നമുക്ക് തടുത്തു നിർത്താൻ കഴിയില്ല. അപ്പം ഇങ്ങനെ ദൈവസ്നേഹം എന്ന അഗ്നിപർവ്വതം പൊട്ടി ലാവ ഇങ്ങ് ഒഴുകുകയാണ്. ദൈവസ്നേഹം എന്ന അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ച് ലാവ, ചൂടുള്ള ലാവ ഇങ്ങ് ഒഴുകുകയാണ്. അങ്ങനെ ആ സ്വർഗത്തിലെ അഗ്നിപർവ്വതം, സ്നേഹമെന്ന അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചിട്ട് ഭൂമിയിലേക്ക് ഒഴുകി വന്ന ലാവയാണ് യേശു. ദൈവത്തിൻ്റെ സർവസമ്പൂർണതയും ദേഹരൂപത്തിൽ വസിക്കുന്ന യേശു. കൊളോസ്യ ലേഖനം 2:9. ദൈവത്തിൻ്റെ സർവസമ്പൂർണതയും ദേഹരൂപത്തിൽ വസിക്കുന്ന യേശു. കൊളോസ്യ ലേഖനം 2:9. ആ സ്നേഹാഗ്നിയിൽ നിന്ന് ജീവജലം, പരിശുദ്ധാത്മാവ് ഒഴുകുന്നു. അത് നമ്മൾ മാമോദീസയിൽ സ്വീകരിക്കുന്നു അവൻ്റെ പാർശ്വത്തിൽ നിന്ന്. അവൻ്റെ പാർശ്വത്തിൽ നിന്ന് ജീവരക്തം, വിശുദ്ധ കുർബാന ഒഴുകുന്നു. അവൻ്റെ ജീവൻ ഒഴുകുന്നു. പരിശുദ്ധാത്മാവും അവൻ്റെ ജീവനും. രക്തം എന്ന് വെച്ചാൽ ജീവൻ. അപ്പോൾ പരിശുദ്ധാത്മാവും ദൈവത്തിൻ്റെ ജീവനും ഒഴുകുന്നത് ഈ സ്നേഹപർവ്വതം പൊട്ടിത്തെറിച്ച് ആ ലാവയായ യേശുവിൻ്റെ പാർശ്വത്തിൽ നിന്നാണ്. ലോകത്തുള്ള സകലരും ഈ ദിവ്യ സ്നേഹത്തിൻ്റെ ലാവയുടെ സ്പർശനമേൽക്കും. ആർക്കും അത് തടുക്കാൻ കഴിയില്ല. മനുഷ്യരെ മോചിപ്പിക്കുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് സ്നേഹമാണ്. സ്നേഹത്തിൻ്റെ മാന്ത്രികതയാണ് മനുഷ്യരെ മോചിപ്പിക്കുന്നത്. അടിമത്തത്തിൽ നിന്ന് സ്വതന്ത്രമാക്കുന്ന ദിവ്യ പ്രവൃത്തി ഈ സ്നേഹമാണ്. ഇപ്പം നമ്മൾ മുകളിൽ പറഞ്ഞൊരു 5-6 ശാഖകളില്ലേ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള പല ചിന്തകൾ, അതെല്ലാം നമ്മൾ സമന്വയിപ്പിക്കുകയാണ് കേട്ടോ. ഞാൻ പറഞ്ഞ ഓരോ വാക്കുകളും മുകളിൽ പറഞ്ഞ ആശയങ്ങളോട് ബന്ധപ്പെട്ടിരിക്കുന്നു, എന്നാൽ അതിനെ ബഹുദൂരം കവച്ചു വെച്ചിരിക്കുന്നു. അതായത് അടിമത്തത്തിൽ നിന്ന് മോചനം വേണം, അതിന് സൈനിക നിയന്ത്രിതമായ പട്ടാള മിശിക, സൈന്യത്തലവനായ പട്ടാള മിശിക, അല്ലെങ്കിൽ പുരോഹിത മിശിക, ഇങ്ങനെയുള്ള സങ്കല്പങ്ങൾ അതൊന്നും നിഷേധിച്ചിട്ടില്ല. പക്ഷേ അവർ വിചാരിച്ച പോലെ അല്ല ഈ ദൈവരാജ്യം വരുന്നത്. അടിമത്തത്തിൽ നിന്ന് സ്വതന്ത്രമാക്കുന്ന ദിവ്യപ്രവൃത്തി സ്നേഹമാണ്, സായുധ വിപ്ലവമല്ല. യുദ്ധം കൊണ്ട് ഒന്നും നേടാൻ കഴിയില്ല. തീവ്രവാദം കൊണ്ട് ഒന്നും നേടാൻ കഴിയില്ല. ഒരു തീവ്രവാദ പ്രവർത്തനം ഉണ്ടായാൽ അതിനെതിരെ യുദ്ധം വരും. തങ്ങളുടെ ആളുകളെ കുരുതിക്ക് കൊടുക്കാമെന്നല്ലാതെ ഒരു രാഷ്ട്രവും ദേശരാഷ്ട്രവും സ്ഥാപിക്കാൻ കഴിയില്ല. ആളുകളെ കൊന്നൊടുക്കാം, കുട്ടികളെ കൊന്നൊടുക്കാം, സ്ത്രീകളെ കൊന്നൊടുക്കാം, സ്വന്തക്കാരെ കൊന്നൊടുക്കാം, എന്നല്ലാതെ യുദ്ധം കൊണ്ട്
ഒരു രാജ്യവും കൊണ്ടുവരാൻ കഴിയില്ല. ദേശരാഷ്ട്രം പോലും കൊണ്ടുവരാൻ കഴിയില്ല. അതേസമയം രാജ്യത്തിൻ്റെ സമഗ്രത പാലിക്കണ്ടേ? വേണം താനും. അതിനെല്ലാവരും മനസ്സ് കാണിച്ചാലേ നടക്കുള്ളെന്ന് മാത്രം. കത്തുന്ന മുൾപ്പടർപ്പായ ദൈവത്തിൻ്റെ അന്തിമ വെളിപാടും സ്നേഹത്തിൻ്റെ വിപ്ലവവുമാണ് നസറത്തിലെ യേശു. പാപികളുടെ സ്നേഹിതനും പാപികളോടൊപ്പം ഊട്ടുമേശ പങ്കിട്ടവനുമായി യേശു ദൈവസ്നേഹത്തിൻ്റെ അത്യസാധാരണമായ രീതിയാണ് അവതരിപ്പിച്ചത്. പാപികളുടെ കൂടെ നടക്കുക, പാപികളെ ശിഷ്യന്മാരായിട്ട് വിളിക്കുക, സ്ത്രീകളെ ശിഷ്യന്മാരായിട്ട് വിളിക്കുക. അന്നും ചിന്തിക്കാൻ പോലും കഴിയാത്ത സംഗതിയാണെന്ന് ഓർക്കണം. ഇപ്പോഴും സ്ത്രീകൾക്ക് ഇല്ലേ ഒരു മാന്യമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ നമ്മൾ സൃഷ്ടിച്ചിട്ടുണ്ടോ? ഇല്ല. പേടിച്ചിട്ടല്ലാതെ സ്ത്രീകൾക്ക് എവിടെയെങ്കിലും പോകാൻ പറ്റുമോ? 2000 വർഷങ്ങൾക്ക് മുമ്പ് കുറേ സ്ത്രീകൾ കർത്താവിന് ശിഷ്യന്മാരായിട്ട് വന്നു എന്നൊക്കെ പറഞ്ഞാൽ 2000 വർഷം മുമ്പത്തെ കാര്യം പറയണേ. നമുക്ക് കഴിഞ്ഞ നൂറ്റാണ്ടിൽ പോലും ഇല്ലേ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനോ മുട്ടിന് മുണ്ടെടുക്കാനോ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു കേരളത്തിൽ. ഇന്ത്യയിൽ ആകമാനം തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ. ഇപ്പോഴും ജാതി വ്യവസ്ഥയുടെ പേരിൽ മനുഷ്യർ തുല്യരല്ല, പല തട്ടുകളാക്കി തിരിച്ച് ജാതികളും ഉപജാതികളും അതിന് താഴെ ജാതികളും അങ്ങനെ വർഗീയത മാത്രമായിട്ട് നിൽക്കുന്ന ഒരു സമുദായമാണ് നമ്മുടേത്. അവിടെയാണ് സ്ത്രീയെന്നോ പുരുഷനെന്നോ വ്യത്യാസമില്ലാതെ, യഹൂദനെന്നോ പ്രജാതിക്കാരെന്നോ വ്യത്യാസമില്ലാതെ വിപ്ലവം സൃഷ്ടിച്ചിരിക്കുകയാണ് യേശു ക്രിസ്തു. അതാണ് ആ ദൈവരാജ്യത്തിൻ്റെ സ്നേഹ വിപ്ലവം എന്ന് പറയുന്നത്. ഇന്നും പാപികളുടെ കൂടെയാണ് അവൻ, പാപികളുടെ സ്നേഹിതനാണ്, പാപികളോടൊപ്പമാണ് അവൻ്റെ പന്തിഭോജനം. ഇന്നും കുർബാന. നമുക്ക് ആർക്കാണ് ദൈവത്തരത്തിന് പരിശുദ്ധിയുള്ളത് ദൈവത്തെ സ്വീകരിക്കാൻ? അതുകൊണ്ടാണ് പരിശുദ്ധ കുർബാന വിശുദ്ധിയുള്ളവർക്കെന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റുപറയുക, ദൈവമല്ലാതെ മറ്റാരാണ് പരിശുദ്ധിയുള്ളവൻ? ഞങ്ങൾക്ക് പരിശുദ്ധിയൊന്നും ഇല്ല, കൃപയുണ്ടാകണമേ, കരുണയുണ്ടാകണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ കുർബാന സ്വീകരിക്കണേ. വിശുദ്ധ കുർബാന വിശുദ്ധിയുള്ളവർക്കാണ്. ആർക്കാണ് ശരിക്കുള്ള വിശുദ്ധി? ദൈവത്തെ സ്വീകരിക്കാൻ മാത്രം വിശുദ്ധിയുള്ള ആരുണ്ട്? ആരുമില്ല. അപ്പൊ നമ്മൾ ഏറ്റുപറയാണ്, നീ മാത്രമാണ് പരിശുദ്ധൻ, നിന്റെ പരിശുദ്ധിയിൽ ഞങ്ങൾക്ക് പങ്കു തരണമേ എന്ന് പറഞ്ഞ് നമ്മുടെ ആ എളിയ അവസ്ഥ ഏറ്റുപറഞ്ഞാണ് നമ്മൾ അവനെ സ്വീകരിക്കുന്നത്. ചുരുക്കത്തിൽ ഈ പാപികളുടെ സ്നേഹിതൻ, പാപികളോടൊപ്പം ഊട്ടുമേശ പങ്കിട്ടവൻ, പാപികളോട് ഇല്ലേ പാപികളെ വിളിക്കാനാണ് ഞാൻ വന്നതെന്ന് തൻ്റെ മിഷൻ സ്റ്റേറ്റ്മെന്റ്, തൻ്റെ ദൗത്യ പ്രസ്താവം തന്നെ പറഞ്ഞു. പാപികളെ സ്നേഹിക്കാനാണ് ഞാൻ വന്നത്. ആരോഗ്യമുള്ളവർക്ക് വൈദ്യന് ആവശ്യമില്ലല്ലോ, രോഗികൾക്കല്ലേ വൈദ്യന് ആവശ്യം. ഞാൻ പാപികളെ തേടിയാണ് വന്നത്. അതുകൊണ്ട് കത്തോലിക്കരൊക്കെ പാപികളാണ്, കത്തോലിക്ക പുരോഹിതന്മാർ പാപികളാണെന്നൊക്കെ ഈ മറ്റകത്തോലിക്കർ വന്ന് പറയുമ്പോൾ നിങ്ങൾ അവരോട് പറയേണ്ടത് അതെ ഞങ്ങൾ പാപികളാണ്, ഞങ്ങളുടെ അച്ഛന്മാരും മെത്രാന്മാരൊക്കെ പാപികളാണ്. പക്ഷേ ആ മെത്രാന്മാരും അച്ഛന്മാരെയും പാപികളായിരിക്കുന്നവരെ തേടിയാണ് കർത്താവ് വന്നത്. നീതിമാന്മാരെന്ന് കണക്കാക്കുന്ന നിങ്ങളെ തേടിയല്ല അവൻ വന്നത്. നീതിമാന്മാരെന്ന് കണക്കാക്കുന്ന കുറേ പേരുണ്ടല്ലോ കത്തോലിക്കരെ ആക്ഷേപിക്കുന്നവര്, അവരെ തേടിയല്ല കർത്താവ് വന്നത്. നമ്മൾ പാപികളെ തേടി തന്നെയാണ്. പക്ഷേ ആ അവനുമായിട്ടുള്ള സമ്പർക്കത്തിലൂടെ നമ്മൾ ആ പാപാവസ്ഥയിൽ നിന്ന് പിന്തിരിയാണ്. പൂർണ്ണമായി പരിശുദ്ധി നമുക്ക് ആർക്കും പറ്റില്ല. പക്ഷെ എങ്കിലും അവന്റെ കാരണത്തിൽ ആശ്രയിച്ചുകൊണ്ട് അവനുമായിട്ട് ഒന്നാകാനുള്ള സാധ്യത അവൻ തന്നെ ഒരുക്കിയിരിക്കുന്നു. രോഗികളെ സുഖപ്പെടുത്തിയ യേശു ദൈവരാജ്യത്തിന്റെ ഒരു മുൻ ആസ്വാദനം ആവിഷ്കരിക്കുകയാണ്. ദൈവരാജ്യം വരുമ്പോൾ ഈ രോഗാവസ്ഥയിൽ നമ്മൾ മുക്തി പ്രാപിക്കും. പിശാചബാധ ഒഴിപ്പിച്ചതിലൂടെ താൻ സാത്താനെ തോൽപ്പിച്ചുവെന്നും ശക്തനായവനെ ബന്ധിച്ചുവെന്നും വ്യക്തമാക്കുകയാണ്. ശക്തനായ സാത്താനെ ബന്ധിച്ച അതിശക്തനാണ് താനെന്നും സാത്താനെ ബന്ധിച്ചിട്ടിരിക്കുകയാണെന്നും വെളിപ്പെടുത്തുകയാണ്. നരകത്തിലേക്ക് ഇറങ്ങി ശക്തനായ സാത്താനെ ബന്ധിച്ച് അവൻ്റെ കയ്യിൽ നിന്നും ഈ താക്കോലുകൾ എടുത്ത് ഇല്ലേ, വെളിപാട് ഗ്രന്ഥം 1:18 മരണത്തിൻ്റെയും നരകത്തിൻ്റെയും താക്കോൽ ഉത്തരനായ കർത്താവിൻ്റെ കയ്യിലാണ്. അങ്ങനെ നരകത്തിൻ്റെ കവാടങ്ങൾ മലക്കെ തുറന്നിട്ടിട്ട് കർത്താവ് സാത്താനോട് ബന്ധിച്ചിട്ട് പോന്നിരിക്കുക. എന്ന് വെച്ചാൽ ഇപ്പം സാത്താന് വലിയ അധികാരമില്ലെന്നർത്ഥം. ഞാൻ കുരിശിലുയർത്തപ്പെടുമ്പോൾ ഈ ലോകത്തിന് അധികാരി സാത്താൻ പുറന്തള്ളപ്പെട്ടു. ആ പുറന്തള്ളപ്പെട്ട സ്ഥലത്ത് അവൻ പോയിട്ട് അവന് ബന്ധിച്ചിട്ടു. എന്നിട്ട് അവൻ്റെ ഭവനം കൊള്ള ചെയ്തു. ശക്തനായ ഒരുവന്റെ വീട് കൊള്ള ചെയ്യണമെങ്കിൽ അതിശക്തനായ ഒരുത്തൻ വരണം, എന്നിട്ട് ഈ ശക്തനായവനെ ബന്ധിക്കണമെന്ന് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ അവൻ ചെയ്തു. അങ്ങനെ ശക്തനായ സാത്താന്റെ ഭവനം കൊള്ളയടിച്ച അതിശക്തനാണ് താനെന്നാണ്
ഈ ബാധ ഒഴിപ്പിക്കുന്നതിലൂടെ യേശു വെളിപ്പെടുത്തിയത്. ആ ബാധ എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന ഈ സൈക്കോളജിക്കൽ സിക്നസ് മാത്രമല്ല, അഴിമതി എന്ന ബാധ, അതുപോലെയുള്ള ഒരുപാട് ബാധകൾ നമ്മുടെ നാട്ടിലുണ്ട്, നമ്മുടെ വ്യക്തികൾക്കുണ്ട്. ഇതൊക്കെ ഒഴിപ്പിക്കലും അതിൻ്റെ ഭാഗമാണ്. ചിലർ വിചാരിക്കുന്നത് ഈ മാനസിക പ്രശ്നങ്ങൾ മാത്രമാണ് പിശാചബാധ എന്നാണ്. നമ്മുടെ നാട്ടിലെ അഴിമതി അതിനേക്കാളൊക്കെ വലിയ പിശാചബാധയാണ്. വാസ്തവത്തിൽ പലരെയും മാനസിക രോഗികളാക്കുന്നത് ഇത്തരം ഈ സമൂഹത്തിന്റെ പിശാചബാധയാണ്. ഒരുപാട് ആത്മഹത്യകൾ സംഭവിക്കുന്നതിന് കാരണം എന്താ? വളരെ വ്യക്തിപരമായ കാര്യങ്ങൾ മാത്രം ചിന്തിച്ചാൽ നമുക്ക് ഉത്തരം കിട്ടില്ല. ആത്മഹത്യകൾക്ക് സമുദായത്തിന്, ഈ സമൂഹത്തിന്റെ സമ്മർദ്ദത്തിന് വലിയ പങ്കുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ലഗിയോൻ എന്ന് പറയുന്ന ആ കഥയിൽ ആ നാട് തന്നെ ശുദ്ധമാക്കുകയാണ് കർത്താവ്. ഒരാളെ മാത്രം ബാധ ഒഴിപ്പിക്കുകയല്ല, നാടിന്റെ ബാധ ഒഴിപ്പിക്കുകയാണ്. അതാണ് കർത്താവ് പറഞ്ഞത്, പ്രാപഞ്ചിക ബാധ ഒഴിപ്പിക്കലാണ് കർത്താവിന്റെ പണി. ഞാൻ കുരിശിൽ ഉയർത്തപ്പെടുമ്പോൾ ഈ ലോകത്തിന് അധികാരിയായ സാത്താൻ പുറന്തള്ളപ്പെടും. പ്രാപഞ്ചിക ബാധ ഒഴിപ്പിക്കലാണ് കർത്താവ് ചെയ്തത്. അത് ഈ ദൈവരാജ്യത്തിന്റെ സ്വഭാവമാണ്. മനുഷ്യവംശത്തിന്റെ മഹാപുരോഹിതനായ, പുരോഹിത മിശിഹായെ കുറിച്ചൊരു സങ്കല്പമുണ്ടല്ലോ, മനുഷ്യവംശത്തിന്റെ മഹാപുരോഹിതനായ യേശു തന്നെ ദൈവത്തിന് സമർപ്പിച്ചതിലൂടെ പുതിയ ദേവാലയമായി തീർന്നു. പുതിയ ആരാധനയും ആരംഭിച്ചു. ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധന, അതായത് പരിശുദ്ധാത്മാവിലും ദൈവവചനത്തിലുമുള്ള ആരാധന, വിശുദ്ധ കുർബാന. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ, അങ്ങനെയാണ് എപ്പിക്ലേസിസ്. പരിശുദ്ധാത്മാവിലും വചനത്തിലുമുള്ള ആരാധനയാണ് വിശുദ്ധ കുർബാന. അതാണ് പുതിയ ആരാധന. അപ്പോൾ മനുഷ്യവംശത്തിന്റെ മഹാപുരോഹിതൻ എന്ന നിലയിൽ യേശു കുരിശിലേറി മഹാപുരോഹിതൻ തന്നെ പിതാവായ ദൈവത്തിന് അർപ്പിച്ചു. അതാണ് കുരിശിലെ യാഗം. ആ സംഗതി അത് എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ചെയ്യുവൻ എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അത് കുർബാന സ്ഥാപിക്കുമ്പോൾ ഇത് നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന, നൽകപ്പെടുന്ന, ഈ രണ്ട് വാക്കുകളും ബലിയുമായിട്ട് ബന്ധപ്പെട്ടതാ. ചിന്തപ്പെടുക അതുപോലെ നൽകപ്പെടുക, ഇത് രണ്ടും ബലിയുമായിട്ട് ബന്ധപ്പെട്ടതാ. വിശുദ്ധ കുർബാന സ്ഥാപിക്കുമ്പോൾ പിറ്റേ ദിവസം മരിക്കാനിരിക്കുന്ന കാര്യം മുൻകൂട്ടി കൊണ്ടുവരികയാണ്. അപ്പോൾ കുരിശിലെ യാഗം യേശു മുൻകൂട്ടി കൊണ്ടുവന്നു, നമ്മൾ പിൻകൂട്ടി അത് ചെയ്യണമെന്ന് പറയുകയും ചെയ്തു. നിങ്ങൾ തന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ. കുരിശിലെ ബലി അത് നമ്മൾ അവന്റെ ഓർമ്മയ്ക്കായി അനുഷ്ഠിക്കണമെന്ന് കർത്താവ് തന്നെ പറഞ്ഞത്. അത് പാടില്ല എന്ന് പറയുന്നവര് കർത്താവിന്റെ വചനത്തെയാണ് അവഹേളിക്കുന്നത്, കർത്താവിനെ ധിക്കരിക്കുകയാണ്. വിശുദ്ധ കുർബാന എന്ന ബലി പാടില്ല എന്ന് പറയുന്നവര് ഇത് നിങ്ങൾ എൻ്റെ ഇത് എന്ന് വെച്ചാൽ ഈ ബലി ഈ കൂദാശ ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവനെന്ന് പറഞ്ഞിട്ട് അത് ചെയ്യാതിരിക്കുന്നവര് കർത്താവിന്റെ വചനത്തെയാണ് ധിക്കരിക്കുന്നത്. ചുരുക്കത്തില് മഹാപുരോഹിതൻ, മനുഷ്യവംശത്തിന്റെ മഹാപുരോഹിതൻ എന്ന നിലയിൽ യേശു അർപ്പിച്ചത് സ്വന്തം ശരീരമാണ്, സ്വന്തം പ്രാണനാണ്. ഇത് നമ്മൾ ഓർക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ദൈവത്തിന് ചേർന്ന പരമമായ ആരാധന ബലി മാത്രമാണ്. ദൈവം മനുഷ്യൻ ആഗ്രഹിക്കുന്ന ഒരേ ഒരു സംഗതി ബലിയാണ്. അത് മൃഗബലികളല്ല, അനുസരണം, മനുഷ്യന്റെ അലംഘനീയമായ അനുസരണം. അതുകൊണ്ട് ദൈവത്തെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ ബലിയർപ്പിക്കുക എന്ന് തന്നെയാണ് അർത്ഥം. മറ്റെല്ലാം, ബലിയർപ്പണം ഒഴിച്ച ബാക്കി എല്ലാം ആരാധനയല്ല, പ്രാർത്ഥനയാണ്. ബലിയർപ്പണം മാത്രമാണ് ദൈവത്തിന് ചേർന്ന പരമമായ ആരാധന. അതിനാൽ തന്നെ വിശുദ്ധരുള്ള പ്രാർത്ഥന വിശുദ്ധർക്ക് നമ്മൾ ബലിയർപ്പിക്കാറില്ല. വിശുദ്ധരുടെ പ്രാർത്ഥനകളല്ലേ, മധ്യസ്ഥമല്ലേ. ബലിയർപ്പണം ദൈവത്തിന് മാത്രമാണ്. അതാണ് ദൈവത്തിന് ചേർന്ന ആരാധന. അപ്പോൾ ആരാധന എന്ന് പറഞ്ഞാൽ ബലിയാണ്. ബലിയല്ലാത്ത ഒരു പ്രാർത്ഥനയും ആരാധനയല്ല. ഈ നമസ്കരിക്കലല്ല ആരാധന, ബലിയർപ്പണമാണ് ആരാധന. ഇതേക്കുറിച്ച് നമുക്ക് പിന്നീട് വളരെ വിശദമായിട്ട് പിന്നീട് കാണാം. ഈ സഭയില് ഇല്ലേ ലാത്രിയ ആരാധന, ധൂളിയ വണക്കം, ഹൈപ്പർധൂളിയ പരമമായ വണക്കം, അങ്ങനെ പല സംഗതികളുണ്ട്. നമസ്കാരം, നിസ്കരിക്കല്, നമസ്കാരം, ഇങ്ങനെ പല സംഗതികളുണ്ട്. 4 സംഗതികളുണ്ട്. അതെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് പിന്നീട് കാണാം. ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വന്നത്, മഹാപുരോഹിതനായ യേശു തന്നെ അർപ്പിച്ചു, മൃഗബലികളല്ല, തന്നെ അർപ്പിച്ചു. അതായത് അനുസരണമുള്ളവനായി താഴ്ത്തി, മരണം വരെ താഴ്ത്തി. ആ അനുസരണമാണ് മനുഷ്യവംശത്തിന്റെ ബലി. ആ അനുസരണത്തിലേക്ക് നമ്മെ തന്നെ എടുത്തു വെക്കുന്നതാണ് വിശുദ്ധ കുർബാന. കുരിശിലെ യാഗത്തിലേക്ക്, കുരിശിലെ ബലിയിലേക്ക് നമ്മെ തന്നെ എടുത്തു വെക്കുന്നതാണ്, നമ്മെ തന്നെ ചേർക്കുന്നതാണ്
കുർബാന. അതുകൊണ്ടാണ് അത് ബലി എന്ന് പറയുന്നത്. അവന്റെ ബലി നമ്മുടെ ബലിയായിട്ട് മാറുകയാണ്. അവന്റെ അനുസരണം നമ്മുടെ അനുസരണമായി മാറുകയാണ്. അനുസരണമാണ് ബലി. അനുസരണമാണ് ബലി. ആ ബലി മാത്രമാണ് പരമമായ ആരാധന. ബലി അല്ലാത്ത ഒരു പ്രവൃത്തിയും ആരാധനയല്ല. ബലി അർപ്പിക്കുന്നത് ദൈവത്തിന് മാത്രമാണ്, പിതാവായ ദൈവത്തിന് മാത്രമാണ്. അതുകൊണ്ടാണ് ദൈവത്തിന്, ഏകസത്യ ദൈവത്തെ ആരാധിക്കുന്നത് ബലി കൊണ്ടാണ് നമ്മൾ പറയുന്നത്. ഈ കുഞ്ഞാട് എന്നൊക്കെ വായിക്കുന്ന അർത്ഥം അവിടെ തന്നെയാണ്. അതേക്കുറിച്ച് നമുക്ക് ഈ എന്തുകൊണ്ട് ബലി എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ പിന്നീട് വളരെ വിശദമായിട്ട് കാണാം. ചുരുക്കത്തിൽ പുരോഹിത മിശിഹ ആയിരിക്കുമെന്ന സങ്കല്പത്തെ കർത്താവ് തച്ചുടച്ചില്ല. പക്ഷെ വേറെ തരത്തിലാണ്. ഈ ജെറുസലേം ദേവാലയം പുതുക്കി പണിയുന്ന ഒരു പുരോഹിതനല്ല. പുതിയ ദേവാലയമായിട്ട് തൻ്റെ തന്നെ ശരീരം, പുതിയ ബലിയായിട്ട് തൻ്റെ തന്നെ രക്തം, അങ്ങനെ മഹാപുരോഹിത എന്ന നിലയിൽ ബലിവസ്തുവും ബലിയർപ്പകനും അവൻ തന്നെ ആയിരിക്കുന്ന അവസ്ഥ, അതാണ് അവൻ കൊണ്ടുവന്നത്. അതാണ് ദൈവരാജ്യം. അങ്ങനെ പുതിയ ആരാധന ആരംഭിച്ചു. അവൻ കുരിശിൽ മരിച്ചപ്പോൾ, മരിച്ചവന് ഉത്ഥാനം ചെയ്തപ്പോഴോ പുതിയ ജനസിലുള്ളൊരു ജീവനിലേക്ക്, എ ന്യൂ ഫോം ഓഫ് ലൈഫ്, എ ന്യൂ ജോണർ ഓഫ് ലൈഫ്. നമ്മുടെ നാട്ടിൽ ജോണർ എന്നൊക്കെ ഉപയോഗിക്കും. ജോണർ, ഇത് ഈ പുതിയ ജോണറിലുള്ള സിനിമയാണ്. ജോണർ എന്നുള്ള ഫ്രഞ്ച് വാക്കാണ് അവർ ജോണർ എന്ന് ഉപയോഗിക്കുന്നത്. ജോണർ എന്ന് വെച്ചാൽ അല്ലേ, ഒരു പുതിയ ജനുസിലുള്ള ഒരു ജീവനിലേക്ക് കർത്താവ് ഉയർത്തെഴുന്നേറ്റു. അവൻ ഈ ഭൂമിയിലേക്ക് തിരിച്ചു വരികയായിരുന്നല്ലോ, പുതിയ ജനുസിൽ ജീവനിലേക്ക് ഉയർത്തെഴുന്നേറ്റു. അങ്ങനെ അവനോട് ബന്ധപ്പെട്ടിരുന്നാൽ അവരെല്ലാവരും ഈ പുതിയ ജനുസിൽ ജീവനിലേക്ക് പ്രവേശിക്കും. അതാണ് ദൈവരാജ്യം. ഇപ്പോൾ മാമോദീസ സ്വീകരിക്കുമ്പോൾ നമ്മൾ യേശുവിനോട് ഒട്ടിച്ചേർക്കപ്പെടുകയാണ്. അപ്പോൾ സ്വർഗത്തിലായിരിക്കുന്ന യേശുവിനോട് നമ്മൾ ഉൾച്ചേർക്കപ്പെടുകയാണ്. ഇങ്ങനെയൊക്കെ കൊളോസ്യ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട് പൗലോസ്. ഇത് ഞാൻ പറഞ്ഞുണ്ടാക്കുന്നതല്ല. അങ്ങനെ നമുക്ക് ഓരോരുത്തർക്കും ഈ യേശുവിന്റെ ഉത്ഥാന ജീവിതത്തിലേക്ക് ഇപ്പോഴേ പ്രവേശിക്കാൻ അനുവാദം തന്നിരിക്കുന്നു. അതാണ് ദൈവരാജ്യം. ധർമ്മനീതിയുടെ പ്രബോധകനായ യേശു ജ്ഞാനസൂക്തങ്ങളിലൂടെയും ഉപമകളിലൂടെയും ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. പുരോഗമന മിശിഹായെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ യേശു പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് മാത്രമായിട്ട് ഒതുങ്ങിയില്ല. അവന്റെ പ്രബോധനങ്ങൾ അനുസരിച്ച് ജീവിക്കുക, അതിലൂടെ അവനെ സ്നേഹിക്കുന്നുവെന്ന് നമ്മൾ വെളിപ്പെടുത്തിയാൽ ഈ ലോകത്തിൽ അന്യായമായ രാഷ്ട്രീയ ശക്തികളെ നമുക്ക് തച്ചുടയ്ക്കാൻ കഴിയും. അത് സായുധ വിപ്ലവത്തിലൂടെയല്ല, യേശുവിന്റെ പ്രബോധനങ്ങൾ അനുസരിക്കുന്നതിലൂടെ അന്യായമായ അനീതിപരമായ സംഗതികളെ മറിച്ചിടാൻ നമുക്ക് ശക്തി ഉണ്ടാകും. അപ്പോൾ സൈനിക ശക്തി ഇല്ലാതെ തന്നെ ഭൂമിയിൽ നമുക്ക് ജീവിക്കാൻ കഴിയും. അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് കത്തോലിക്ക സഭ. സഭയ്ക്ക് അതിർത്തികളുണ്ടോ, സൈന്യമുണ്ടോ, പോലീസുണ്ടോ, പട്ടാളമുണ്ടോ? ഇല്ല. രാഷ്ട്രീയമായ ഒരു ഭരണ നേതൃത്വം പോലും ഇല്ല. പക്ഷേ വിശ്വാസത്തിന് ഉത്ഭവിക്കുന്ന അനുസരണം അവിടെയുണ്ട്. അതിനാൽ തന്നെ അവന്റെ ന്യായപ്രമാണം, എല്ലാത്തിലും ഉപരിയായി ദൈവത്തെ സ്നേഹിക്കുക, ആ ദൈവസ്നേഹത്തിൽ ഉത്ഭവിക്കുന്ന പരസ്നേഹം. അതുകൊണ്ടാണ് ഞായറാഴ്ച ദൈവത്തെ സ്നേഹിക്കുന്ന ആ ബലിയർപ്പണം നടത്തുമ്പോൾ പിരിവെടുക്കുന്നത്. ഞാൻ പിരിവെടുക്കുന്നത് ന്യായീകരിക്കല്ല, പക്ഷെ രണ്ടും ഒരുമിച്ച് പോകണം. ദൈവത്തെ സേവിക്കുമ്പോൾ അപ്പം തന്നെ ആ പരിശുദ്ധ നിമിഷത്തിൽ തന്നെയാണ് മനുഷ്യരെ സേവിക്കാനുള്ള പണം വേണ്ടതും. അപ്പോൾ ആ അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, നിങ്ങൾ ഞായറാഴ്ച ആഴ്ചയുടെ ആ ദിവസം സമ്മേളിക്കുമ്പോൾ പിരിവെടുക്കണം. അത് പണത്തെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടല്ല, ദൈവത്തെ ശുശ്രൂഷിക്കുന്ന ബലിയർപ്പണം നടക്കുന്ന ആ വേളയിൽ തന്നെയാണ് നമ്മുടെ പണത്തെയും ശുദ്ധീകരിക്കേണ്ടത്. പണത്തെ എങ്ങനെ ശുദ്ധീകരിക്കുക? ദൈവത്തിനും ദരിദ്രർക്കുള്ളത് മാറ്റി വെക്കുമ്പോൾ. അപ്പം നമ്മുടെ സമയം ശുദ്ധീകരിക്കുമ്പോൾ തന്നെ ഭൗതിക വസ്തുക്കളെയും വിശുദ്ധീകരിക്കുകയാണ്. രണ്ടും ഞായറാഴ്ച തന്നെ നടക്കണേ, വിശുദ്ധ ദിവസത്തിൽ തന്നെയാണ് നടക്കണേ. സമയത്തിന്റെ വിശുദ്ധീകരണവും നമ്മുടെ വസ്തുവകകളുടെയും പണത്തിന്റെയും വിശുദ്ധീകരണവും. എത്രയോ മനോഹരമാണ് കർത്താവിന്റെ സങ്കല്പങ്ങൾ ദൈവരാജ്യത്തെക്കുറിച്ചുള്ളത്. ചുരുക്കത്തിൽ യേശുവിലൂടെ ഏകസത്യ ദൈവം ഭൂമിയിൽ ഇപ്പോൾ ദൃശ്യനാണ്. നമുക്കവനെ കാണാം, നമുക്കവനെ സ്പർശിക്കാം. അതെ, ദൈവരാജ്യം ഭൂമിയിൽ സന്നിഹിതമാണ്. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ഞാനൊന്ന് ആവർത്തിക്കുകയാണ്. എന്താണ് ദൈവരാജ്യം? യേശുവിലൂടെ ഏകസത്യ ദൈവം ഈ ഭൂമിയിൽ ദൃശ്യനാണ്. ഇപ്പോൾ നമുക്കവനെ കാണാം, നമുക്കവനെ തൊടാം, നമുക്കവനെ കയ്യിലെടുക്കാം. ശിമിയോൻ കൈകളിലെടുത്തതുപോലെ നമുക്കിപ്പോൾ കർത്താവിനെ കൈകളിലെടുക്കാം, നമുക്കവനെ തൊടാം, നമുക്കവനെ കാണാം.
അതെ, ദൈവരാജ്യം, ദൈവം ഭൂമിയിൽ ദൃശ്യനാണ്. എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. ഇപ്പോ ഇവിടെ എന്നെ വിശുദ്ധ കുർബാനയിൽ കാണുന്നവൻ പിതാവിനെ കാണുന്നു. ആ വചനം വിശുദ്ധ കുർബാന ഇല്ലെങ്കിൽ, കൂദാശകളില്ലെങ്കിൽ ആ വചനത്തിന് അർത്ഥമേ ഉണ്ടാകില്ല. എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു എന്നല്ലേ പറഞ്ഞത്? ആ വചനം അന്ന് മാത്രമാണോ സത്യമായിരിക്കുന്നത്? ഇന്നും സത്യമാണോ? ഇന്നും സത്യമാണെങ്കിൽ ഇപ്പോൾ യേശുവിനെ കാണാൻ കഴിയണം. അങ്ങനെ കാണാൻ കഴിയുന്നത് കൂദാശകളിൽ മാത്രമാണ്, സവിശേഷമായി വിശുദ്ധ കുർബാനയിൽ. എന്നെ വിശുദ്ധ കുർബാനയിൽ കാണുന്നവൻ പിതാവിനെ കാണുന്നു. ദൈവരാജ്യം ഭൂമിയിൽ സന്നിഹിതമാണ്. ഇപ്പോൾ ദൈവരാജ്യം വന്നു കഴിഞ്ഞു. സമത്വസുന്ദരമായ ഒരു ലോകം മനുഷ്യർ ഈ ഭൂമിയിൽ സൃഷ്ടിക്കുന്നതല്ല സ്വർഗരാജ്യം. കമ്മ്യൂണിസ്റ്റുകാർ അങ്ങനെ വിചാരിക്കണേ. അതല്ല, അത് നടക്കില്ല. മറിച്ച് ലോകത്തിന്റെ ചരട് കയ്യിൽ പിടിച്ചിരിക്കുന്ന ദൈവത്തെ നമ്മിൽ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നതിലൂടെയാണ് ദൈവരാജ്യം ഭൂമിയിൽ വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ആവർത്തിക്കുക. ലോകത്തിന്റെ ഭരണത്തിന്റെ ചരട് കയ്യിൽ പിടിച്ചിരിക്കുന്ന ദൈവത്തെ നമ്മിൽ പ്രവർത്തിക്കാൻ നാം അനുവദിക്കുക. നമ്മുടെ അനുവാദം വേണം. നമുക്ക് സ്വാതന്ത്ര്യമുള്ള മനുഷ്യനാണല്ലോ. നോ പറയാനും യെസ് പറയാനും നമുക്ക് അധികാരമുണ്ട്. അപ്പം നമ്മിൽ പ്രവർത്തിക്കാൻ ദൈവത്തെ അനുവദിക്കുന്നതിലൂടെ സ്വർഗരാജ്യം ഭൂമിയിൽ വരാൻ നാം അനുവദിക്കുകയാണ്. മാത്രമല്ല, ഭൂമിയിൽ ഈ സ്വർഗരാജ്യം വരാൻ നമ്മൾ എന്നും പ്രാർത്ഥിക്കാനും കർത്താവ് പറഞ്ഞു. നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുവേൻ, നിന്റെ രാജ്യം വരണമേ എന്ന് വെച്ചാൽ, നീ എന്നിൽ പ്രവർത്തിക്കണമേ, ഞങ്ങളുടെ നാട്ടിൽ പ്രവർത്തിക്കണമേ, ഞങ്ങളുടെ ദേശത്ത് പ്രവർത്തിക്കണമേ, ഞങ്ങളുടെ സമുദായത്തിൽ പ്രവർത്തിക്കണമേ, ഞങ്ങൾ ഹൃദയം തുറന്നു തരാം. അങ്ങനെ ഹൃദയം തുറന്നു കൊടുക്കുമ്പോൾ ദൈവം നമ്മിലൂടെ അവന്റെ രാജ്യം ഈ ഭൂമിയിൽ കൊണ്ടുവരികയാണ്. ദൈവമാണ് കൊണ്ടുവരണേ, നമ്മളല്ല. നമ്മൾ അനുവദിച്ചാൽ മതി. ഇതാണ് ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ഞാൻ പറഞ്ഞൊരു പ്രാഥമിക നിരീക്ഷണമാണിത്. ഇതിന് വേറെ ഒരുപാട് അതിൻ്റെ ചക്രവാളങ്ങളുണ്ട്, ഡൈമെൻഷൻസ്. അതൊക്കെ നമുക്ക് പിന്നീട് കാണാം. അപ്പോൾ കർത്താവിൻ്റെ പ്രോജക്റ്റ് എന്താണ്? ഭൂമിയിൽ ദൈവരാജ്യം സ്ഥാപിക്കുക. അതായത് യേശുവിൽ ഏകസത്യ ദൈവം ഈ ലോകത്ത് ദൃശ്യനാണ്. ദൈവം ഈ ഭൂമിയിൽ വന്നിരിക്കുന്നു, നമുക്കവനെ കാണാം. ദൈവം ഈ ഭൂമിയിൽ ദൃശ്യനാണ്. ഇതാണ് ദൈവരാജ്യം. ഓട്ടോ ബസിലയ്യ എന്നാണ് ഒരിജിൻ പറയണേ. യേശു എന്ന ആളാണ് ദൈവരാജ്യം. യേശു എന്ന ആളാണ് ദൈവരാജ്യം. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ഒരു ദേശരാഷ്ട്രമല്ല, ഒരു ആളാണ്. ആ ആള് നമ്മിൽ പ്രവർത്തിക്കാൻ നമ്മൾ അനുവദിച്ചാൽ നമ്മിൽ ദൈവരാജ്യം വരും. ആ ആള് നമ്മുടെ സമുദായത്തിൽ പ്രവർത്തിക്കാൻ അനുവദിച്ചാൽ സമുദായത്തിൽ ദൈവത്തിന്റെ രാജ്യം വന്നുകൊണ്ടിരിക്കും. അതിന്റെ പരിസമാപ്തി, പൂർണ്ണത ദ്വിതീയാഗമനത്തിലാണെന്ന് മാത്രം. നമുക്ക് യേശുവിനെ അനുവദിക്കാം, നമുക്ക് യേശുവിനെ കാണാം, യേശുവിനെ കാണാൻ ചെല്ലാം, നമുക്ക് അവനെ സന്ദർശിക്കാം, അവനെ കൈകളിലെടുക്കാം, അവനുമായിട്ട് ഒന്നാകാം. അങ്ങനെ അവൻ നമ്മിൽ പ്രവേശിക്കുമ്പോൾ നാം അവൻ്റേതായിട്ട് മാറുക. അപ്പോൾ നമ്മിൽ ദൈവരാജ്യം ഈ ആള് വന്നു കഴിഞ്ഞു. അങ്ങനെ എല്ലാ ദിവസവും വരട്ടെ.